ഇതാ എൻ്റെ കയ്യിൽ ഈ സാധനം കണ്ടോ. ഇത് അധികമാരും കാണാൻ സാധ്യത പറഞ്ഞൊരു സാധനമാണ്. ഇതാണ് നമ്മുടെ SHVS, എർട്ടിഗ തുടങ്ങിയ വണ്ടികളിൽ സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടികളുടെ MG യൂണിറ്റിനകത്ത് വരുന്നൊരു പാർട്ടാണിത്. MG യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോട്ടോർ ജനറേറ്റർ യൂണിറ്റ്, അതാണ് MG യൂണിറ്റ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ അല്ല, നമ്മൾ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ എർട്ടിഗ പോലത്തെ സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടികളുടെ ബാറ്ററി ഡ്രെയിനായി പോകുന്നതിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂ വരാനുള്ള അന്ന് നമുക്ക് കിട്ടിയ കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയുടെ ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഒരുപാട് കോൾസ് വന്നു. പക്ഷേ ആ കോൾസ് വന്നതിനകത്ത് ഒരു 80% നമ്മുടെ ഈ ഒരു സാധനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈ ബാറ്ററി ഡ്രെയിൻ ആവുന്നതിൻ്റെ പ്രശ്നം. ഇത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് നിലവിൽ വന്നിട്ടില്ല. പക്ഷേ നമ്മളിതിൻ്റെ ഫോൾട്ടെല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എർട്ടിഗ പോലത്തെ SHVS വണ്ടികളുടെ ബാറ്ററി ഡ്രെയിൻ ആവുന്നതിൻ്റെ 3 റീസണാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് നമ്മുടെ മെയിൻ ബാറ്ററി ഇഷ്യൂ വന്നാൽ നമുക്ക് ബാറ്ററി ഡ്രെയിൻ ആവും. സെക്കൻഡ് കേസ് വന്നിട്ട് നമ്മുടെ ഈ MG യൂണിറ്റ്, ഓൾട്ടർനേറ്റർ യൂണിറ്റ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ ആവും. മൂന്നാമത്തെ കേസ് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി കംപ്ലൈൻറ്റ് വന്നാൽ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പം ഇതിൽ വന്നിട്ടുള്ള 80% നമുക്ക് ഈ MG യൂണിറ്റാണ്. MG യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഇത്രയും വരുന്ന ഒരു മോട്ടോർ യൂണിറ്റാണ് നമ്മുടെ ഇത്. അതിൻ്റെ ഒരു ചൈൽഡ് പാർട്ടാണ് ഞാൻ ഈ കയ്യിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ കംപ്ലൈൻറ്റ് വരുന്ന ഈ ബാറ്ററി ഡ്രെയിൻ്റെ ഇഷ്യൂ വരുന്ന മെയിൻ സാധനവും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ അങ്ങനെ വരാനുള്ളൊരു കാരണം ഇതൊരു നോർമലി ഒരു ചാർജിങ് സർക്യൂട്ട് മാത്രമല്ല, ഇത് ഒരു ഇൻവെർട്ടർ ടെക്നോളജിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ബാറ്ററി ഡ്രെയിനിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫോൾട്ടെല്ലാം ഫൈൻഡ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ PC വരുന്ന ഫോൾട്ട് ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമുക്കിതിൽ ഈ ഫോൾട്ട് ഫൈൻഡ് ചെയ്തെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇത് നമ്മുടെ വണ്ടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MG യൂണിറ്റ് വന്നിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന പ്ലേസ് വന്നിട്ട് ഒരു എഞ്ചിൻ്റെ എഞ്ചിനിലെ ഏറ്റവും അടിഭാഗത്താണ്. അപ്പം വെള്ളം കയറാനും ചൂടധികം വരാനും സാധ്യതയുള്ള സ്ഥലം. നമ്മളിത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേ കണ്ടീഷനിൽ ഇതിനെ റീഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗമ്മ് വരെ ആ ടൈപ്പാണ്. ഈ ഗ്ലൂവിൽ നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ ആ ഒരു ജെല്ലി രൂപത്തിലിരിക്കും. പക്ഷേ നമുക്കിങ്ങനെ പിടിച്ചാൽ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഇത് ഒരു കാരണവശാലും നമുക്കിത് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി. ഈ പാർട്സ് നമുക്ക് കിട്ടുന്നതേ ഇല്ല. നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചൈനയിലെ കുറച്ച് പേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ചൈൽഡ് പാർട്ടായിട്ട് ഇത് ഉണ്ടാക്കി തരാനായിട്ട്. മേ ബി അത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കൂടെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ഇതിൻ്റെ, പക്ഷേ സാധനം കിട്ടാനില്ല. കമ്പനിക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചൈൽഡ് പാർട്ടെങ്കിലും ഇറക്കി കസ്റ്റമറെ രക്ഷിക്കാൻ പറ്റിയാണ്. പക്ഷേ ഇത് ഇപ്പോഴും കമ്പനിയിൽ ഇങ്ങനെ ചൈൽഡ് പാർട്ട് അവൈലബിൾ അല്ല. കംപ്ലയിൻറ്റ് വന്നാൽ ഫുൾ യൂണിറ്റ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങളുടെ ഫ്യൂസ് ബോക്സിനകത്തൊരു ഫ്യൂസ് ഉണ്ട്. ആ ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൽക്കാലമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പാർട്ടോ എന്തെങ്കിലും വരുന്നതനുസരിച്ച് നമ്മൾ അടുത്തൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.